CPM പാർട്ടിയിൽ അടിമുടി മാറ്റം വരുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതായത് താഴെ തട്ടിൽ നിന്ന് പോലും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ വലിയ തോൽവി, അതായത് വലിയ രീതിയിലുള്ള തോൽവി സംഭവിച്ചു. അപ്പോൾ ആ തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ചു. താഴെ തട്ടിൽ നിന്ന് വരെ, അണികളിൽ നിന്ന് വരെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയിൽ പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ അഴിച്ചുപണി നടത്താൻ പോകുന്നു എന്നാണ് MV ഗോവിന്ദന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. അല്ല, നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കഴിഞ്ഞ ഒരു കാലം അത്രയും പിന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ വന്ന പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറഞ്ഞാൽ ഒരാളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രചരണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശനം. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്ന് പറയുന്നതും ശക്തമായൊരു വിമർശനം തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇടത് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടണം. അപ്പോൾ അങ്ങനെ ഇടത് രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുകയുണ്ടായി. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന ശക്തമായൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ശക്തമായ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ ഞാൻ പറയുന്നത് ഒരു വലിയ ദോഷമാണ്. കാരണം എവിടെയാണെങ്കിലും ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാൻ കഴിയുന്നത്ര പ്രാപ്തി ഉള്ള ഒരു പാർട്ടി തന്നെയാണ് CPM. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ വോട്ട് കൊണ്ട് CPM-ന് നേടേണ്ട ആവശ്യമില്ല. ഏകദേശം നമ്മുടെ കേരളത്തിൽ കണക്കുകൾ പ്രകാരം ഏകദേശം 50-ലധികം സീറ്റുകൾ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന ഷുവർ സീറ്റുകൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് CPM. ആ CPM-നെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറ്റിയത്? 35 സീറ്റിലേക്ക് CPM-ഉം CPI എന്ന് പറയുന്ന LDF മുന്നണി കൂപ്പുകുത്തുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു നാണക്കേട് ഈ പാർട്ടിക്ക് ഉണ്ടാകാനില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ആലോചിച്ച് നോക്കിയോളൂ. വളരെ സിമ്പിളാണത്. 50 സീറ്റ് മിനിമം കിട്ടേണ്ടതാണ്. ഷുവർ സീറ്റ് എന്ന് പറയുന്നത് മിനിമം അത് 15 സീറ്റും കുറഞ്ഞു. മന്ത്രിമാരിൽ 1 ഡസനോളം വരുന്ന മന്ത്രിമാർ പരാജയപ്പെട്ടു. അപ്പം കേന്ദ്ര കമ്മിറ്റി സ്വാഭാവികമായിട്ട് ചോദിക്കും, കാര്യം എന്താ? ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ദേശീയ തലത്തിൽ പലയിടങ്ങളിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നുകൊണ്ടിരിക്കുക. ബംഗാളിലും ത്രിപുരയിലും പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടു. ആ പാട് അങ്ങും ഇങ്ങനെയൊക്കെ ഓരോ സീറ്റുകൾ വീതം മാത്രമാണ് ഇപ്പം CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ആകെ മുതൽ എന്ന് പറഞ്ഞത്, അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആകെ മുതൽ. ഇപ്പൊ CPI-യും CPM-ഉം അങ്ങനെയാണ് ചെതറി കിടക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോക്കസിങ് ഏരിയ ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളമാണ്. ആ കേരളത്തിൽ പോലും 50 സീറ്റോളം ഷുവർ സീറ്റ് ഉണ്ടായിരുന്നിട്ട് കൂടി CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞത് വെറും 35 സീറ്റാണെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? കേന്ദ്ര കമ്മിറ്റി ചോദിക്കില്ലേ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്, അല്ലേ? അപ്പൊ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയപ്പോൾ ഒരാളെ മാത്രം ഫോക്കസ്ഡ് ആക്കിക്കൊണ്ട് ഇവിടെ പ്രചരണം നടത്തി. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ ധ്രുവത്തിലേക്ക് കാര്യങ്ങളെല്ലാം കൊണ്ടെത്തിച്ചു. അവിടെയാണ് പ്രശ്നം പറ്റിയത്. അവിടെ കൃത്യമായ പ്രശ്നം പറ്റി. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രം ഫോക്കസ് ചെയ്യേണ്ടതായിരുന്നോ കേരളത്തിന്റെ വികസനം എന്ന് CPM ചിന്തിക്കണമായിരുന്നു. പക്ഷെ ആ ചിന്ത ഉണ്ടായില്ല എന്നുള്ളതാണ് CPM-ന്റെ ഏറ്റവും വലിയ പരാജയം. പിണറായി വിജയന്റെ മുഖം വെച്ച് കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായി. അത് അമിതാത്മവിശ്വാസത്തിന്റെ ഭാഗമാണെന്നേ പറയാൻ പറ്റൂ. പിണറായി വിജയന്റെ മുഖം മാത്രം വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് 10 വോട്ട് കിട്ടുക? കണ്ണൂർ ധർമ്മടത്ത് പോലും ആദ്യ റൗണ്ടുകളിൽ പിണറായി വിജയൻ പിന്നിലായിരുന്നില്ലേ സ്വന്തം മണ്ഡലത്തില്, അല്ലേ? അത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? സ്വന്തം മണ്ഡലത്തിൽ പോലും മുഖ്യമന്ത്രി പിന്നിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രി ആയിരുന്നാൽ പിന്നെ എവിടെയാണ് ജനകീയ മുഖ്യമന്ത്രി എന്നുള്ള പേര് വരിക? സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ലേ? അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പിശകുകൾ പറ്റിയിട്ടുണ്ട്. രണ്ടാമത് വിമർശനം, ഇവിടെ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി. സത്യമല്ലേ? ഇപ്പൊ നമ്മൾ നോക്കിയോളൂ, വിവാദങ്ങളുണ്ടായി. ശൈലജ ടീച്ചറെ ഒക്കെ ഒഴിവാക്കി നിർത്തിയതും മാറ്റി നിർത്തിയതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും പഠിച്ചില്ല. അതെ, അവിടെയാണ് പ്രശ്നം. ഇപ്പൊ തളിപ്പറമ്പില് MV ഗോവിന്ദൻ മാഷ് കഴിഞ്ഞാൽ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ മത്സരിക്കണമെന്ന് പറയുന്ന നീതി എവിടെയാണ് വരുന്നത്? നേതൃത്വത്തിന്റെ പിടിപ്പുകേടായിട്ട് നമുക്കത് കാണാൻ കഴിയുള്ളൂ. സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ്. ഇതൊക്കെ പാളി എന്ന് താഴേക്കിടയിൽ നിന്നും അന്നും അണികൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് കേട്ടില്ല. ഇപ്പം പിന്നെ കുഞ്ഞികൃഷ്ണൻ സഖാവ് വിഷയം ഉണ്ടാക്കി. ഇപ്പം അത് RSPയിലാണ്. അതേ സഖാവെന്ന് വിളിക്കൽ തെറ്റുന്നില്ല കേട്ടോ. കുഞ്ഞികൃഷ്ണൻ സഖാവ് പ്രശ്നം ഉണ്ടാക്കി. ആ ഒരു പ്രശ്നത്തെ രമ്യതയിൽ പരിഹരിക്കാനും ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്താണ് പാർട്ടി അവിടെ ചെയ്യേണ്ടിയിരുന്നത് എന്ന് കൃത്യമായി ചെയ്യാനും എന്തുകൊണ്ട് പാർട്ടി തയ്യാറായില്ല? കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട്, ആ സഖാവുമായിട്ട് എന്തുകൊണ്ടാണ് ഒരു സമവായത്തിൽ പാർട്ടി എത്താതെ പോയത്? അതിന് പകരം എന്താ ചെയ്തത്? കുഞ്ഞികൃഷ്ണൻ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ്, കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ അനുകൂലിയുടെ ഒരു ചെമ്മീൻ കെട്ടിന് തീയിട്ടു. അന്ന് അതുമായി ബന്ധപ്പെട്ട് മുദ്രാവാക്യം വിളി, പ്രതിഷേധ പരിപാടികൾ, വണ്ടി കത്തിക്കൽ, എന്തെല്ലാം അക്രമ പരമ്പരകളല്ലേ ആ ഒരു വെളിപ്പെടുത്തൽ. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലിന്റെ പിന്നാലെ നടന്നത്. ഇത് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ എതിർത്ത് പറഞ്ഞാൽ അയാളെ നിശബ്ദനാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ പോരുന്ന പാർട്ടി പ്രവർത്തകർ ഇവിടെ വന്നു എന്നല്ലേ അതിന്റെ ഒരു ജനം പൊതു കാണുമ്പോൾ അങ്ങനെയല്ലേ തോന്നുന്നത്? TK ഗോവിന്ദൻ മാസ്റ്റർ എന്തുകൊണ്ട് മാറി പാർട്ടിയിൽ നിന്ന്?
ടി കെ ഗോവിന്ദൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എബിലിറ്റി ഉള്ള കഴിവുള്ള ഒരു നേതാവാണ്. അതെ. ഇപ്പൊ ശ്യാമള ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ശ്യാമള ടീച്ചറിന്റെ കഴിവില്ല നമ്മൾ പറയുന്നില്ല. ടീച്ചറിന്റെ സമയത്ത് ടീച്ചറിൻ്റെതായ വ്യക്തിത്വമുണ്ട്. ടീച്ചർ പിന്നെ അതോടൊപ്പം തന്നെ ആന്തൂർ നഗരസഭയിൽ ചെയർപേഴ്സണായിട്ടിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ടീച്ചർ അവിടെ മത്സരിക്കും, തെറ്റൊന്നുമില്ല. പക്ഷേ അവിടെ വേറൊരു തരത്തിലുള്ള ചർച്ച വരുന്നത് എങ്ങനെയാണ്, എം വി ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ മത്സരിക്കുന്നു. ആ ഗോവിന്ദൻ മാഷ് മാറുമ്പോൾ തളിപ്പറമ്പിൽ നിന്നും ഭാര്യയെ മത്സരിപ്പിക്കുന്നു. ഈ പറയുന്ന മക്കൾ രാഷ്ട്രീയവും ഭാര്യ രാഷ്ട്രീയവും കളിക്കരുത്. എന്താ കോൺഗ്രസ് പാർട്ടിയാണോ? ഇല്ലേ? അങ്ങനെ പോയാലും ചിന്തിക്കില്ലേ സ്വാഭാവികമായിട്ട്. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. ഇപ്പം തോമസ് പിന്നെ പിന്നെ തോമസ് മാറിക്കഴിഞ്ഞപ്പം പി ടി തോമസ് മാറിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ് മത്സരിക്കുന്നു അല്ലെ? ഇങ്ങനെയൊക്കെ ഇത് സ്വാഭാവികമായി സംഭവിക്കും. ഇപ്പം ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ചാണ്ടി ഉമ്മ മത്സരിക്കുന്നു. ഇത് കോൺഗ്രസിൽ പതിവ് ശീലമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ഈ രീതിയിൽ പിന്നെ തളിപ്പറമ്പില് ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയോടെ മത്സരിപ്പിക്കാൻ ഇറക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അപ്പൊ പാർട്ടിയെ വില വെച്ചില്ല എന്ന് തന്നെയല്ലേ? അത് പാർട്ടി നേതൃത്വത്തിന്റെ വീഴ്ച തന്നെയാണ്. ജി സുധാകരൻ നേരത്തെ ഒലഞ്ഞു നിന്ന ഒരു നേതാവ് തന്നെയാണ് ജി സുധാകരൻ. പക്ഷെ എന്തുകൊണ്ടാണ് ജി സുധാകരനെ അനുനയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് പോവാഞ്ഞത്? ജി സുധാകരൻ വിമുഖത കാണിച്ചു എന്നുള്ള വേറൊരു സത്യാവസ്ഥയാണ്. എന്നിട്ടും ഈ പറയുന്ന പാർട്ടിക്കിടയിൽ ഉണ്ടായ വിള്ളലുകളെ തീർക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. പാർട്ടിയിലെ കീഴ്ഘടകത്തിൽ നിന്ന് പോലും അഭിപ്രായങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും എവിടെയാണ് പാർട്ടിക്ക് പിഴച്ചത് എന്ന് പാർട്ടിക്ക് ചിന്തിക്കാനും പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ദോഷം. ആ ദോഷം ഈ തെരഞ്ഞെടുപ്പിനെ പിന്നെ ബാധിച്ചിട്ടുണ്ട്, ശക്തമായി ബാധിച്ചിട്ടുണ്ട്. ഇനി അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യം. CPM പോലൊരു പാർട്ടിക്ക് അത് ചെയ്തേ പറ്റൂ. കാര്യം എന്താ, ഇനി ഒരു വട്ടം കൂടി ഇവിടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലെ വരുന്നല്ല, ഇന്ത്യയിലെ ഉണ്ടാവില്ല. ഇനി ഒരു വട്ടം കൂടി CPM അതായത് ഒരു തുടർഭരണത്തിലേക്ക് UDF പോയാൽ കേരളത്തിൽ അവസാനിക്കുകയാണ്, CPM അവസാനിക്കുകയാണ്. കാരണം ഇവിടെ BJP നയിക്കുന്ന NDA മുന്നണി ഒരു മൂന്നാം കക്ഷിയായി കടന്നു വന്നു കഴിഞ്ഞു കേരളത്തിൽ. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടിക്കഴിഞ്ഞു. ഇവിടെ 3 സീറ്റ് അവർക്ക് നിയമസഭയിലും കിട്ടി കഴിഞ്ഞു. കാര്യം ഈ 3 6 ആവും, 6 18 ആവും, അങ്ങനെ കടന്നു പോകും. ആ ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടാവും. അപ്പം എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന പോലെ നേതൃയോഗങ്ങളാണെങ്കിലും ഒരിക്കലും CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമായിരുന്നില്ല. അങ്ങനെയല്ല CPM. ഇപ്പൊ പിണറായി വിജയന് ശേഷം ആര് എന്ന് പറയുന്ന ശക്തമായൊരു ചോദ്യം എല്ലാവരുടെയും മുന്നിലുണ്ട്. ആരാണ് ഇനി അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരിക? അതിന് പറ്റിയൊരു ഫേസിനെ എടുത്ത് ഉയർത്തി കാണിക്കാൻ CPM എന്ന് പറയുന്ന പാർട്ടി പരാജയപ്പെട്ടു. നമുക്ക് ഇപ്പൊ ഇത്തവണ തന്നെ ഇൻ കേസ് CPM ജയിച്ചു, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാനില്ല, ആരെങ്കിലും ഉണ്ടോ ചൂണ്ടിക്കാണിക്കാൻ? ഈ നേതാവ് മുഖ്യമന്ത്രിയായി യോഗ്യനാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും ഒരാൾ ജയിച്ചിട്ടുണ്ടോ? ഒരാളെ പോലും ആയിട്ടില്ല. അതായത് തനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നൊരു ചിന്താഗതിയിലേക്ക് പിണറായി വിജയൻ മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പാർട്ടി തിരുത്തിന് തയ്യാറാകുകയാണെങ്കിൽ, പാർട്ടി തിരുത്തലിന് തയ്യാറാകുകയാണെങ്കിൽ എന്തുകൊണ്ടും അതൊരു നല്ല തീരുമാനമായി തന്നെ മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. കേരളം തീർച്ചയായിട്ടും സാഹചര്യമുണ്ട്. കാരണം ഈ 2 മാസം കൊണ്ട് UDFന്റെ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾ ഏകദേശം വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന ഒരു കാലത്താണെങ്കിൽ പോലും CPMന് തിരിച്ചു വരാനുള്ള പൊസിഷൻസും സാധ്യതകളും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം സംശയലേശമനെയൊക്കെ പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ തിരുത്തലുകൾ വരുത്തിയാൽ പാർട്ടിക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, CPM സെക്രട്ടറി കൊള്ളില്ല, എടുത്ത് മാറ്റിയേക്കണമെന്നേ. എന്തിനാ ഇതൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്നേ? എന്തിനാ ഇതൊക്കെ തല ചുമന്ന് നടക്കുന്നത്? ഗോവിന്ദൻ മാഷിനെ കൊള്ളില്ലെങ്കിൽ അടുത്ത ആളിനെ കണ്ടുപിടിക്കണമെന്നേ. ഇവിടെ കഴിവുള്ള ചെറുപ്പക്കാരുണ്ട്, M സ്വരാജ് അടക്കമുള്ള, P രാജീവ് അടക്കമുള്ള നിരവധി നേതാക്കന്മാർ അടുത്ത തലമുറയിലുണ്ടെന്നേ. കടൽക്കിഴവന്മാരെ വെച്ച് അനുഭവിക്കേണ്ട സാധനമല്ല പാർട്ടിയുടെ സെക്രട്ടറിഷിപ്പ്. അതൊക്കെ ദൂരെ കളയണം. വേണ്ട, എം വി ഗോവിന്ദൻ മാഷ് വേണ്ടേ, പോട്ടെന്നേ. ഗോവിന്ദൻ മാഷ് മാറിയുന്നുണ്ട്, ഗോവിന്ദൻ മാഷ് അടുത്ത ആൾക്ക് സ്ഥാനം ഒഴിഞ്ഞെടുക്കുക. അതാണ് പാർട്ടി ചെയ്യേണ്ടത്. ഇല്ലേ? ഇ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവിനെ പുറത്തിരുത്തിയേക്കാണല്ലോ പാർട്ടി. P ജയരാജൻ എന്ന് പറയുന്ന വേറെ കണ്ണൂരിൽ നിന്നൊരു നല്ല ഒന്നാന്തരം ഒരു പാർട്ടി നേതാവുണ്ട്. എവിടെ അദ്ദേഹം? ആ പാർട്ടി നേതാവിനെയൊക്കെ എന്തിനാ മാറ്റി നിർത്തിയേക്കുന്നത്? P ജയരാജൻ സഹാവിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്, EP ജയരാജനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. MV ജയരാജൻ എന്ന് പറയുന്ന വേറൊരു നേതാവുണ്ട്. അദ്ദേഹത്തെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പദവിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ഇല്ല, എൻ്റെ അറിവിലില്ല. അപ്പം ഇങ്ങനെ ഇവരെയൊക്കെ എന്ന് വെച്ചാൽ ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ നിരവധി നേതാക്കന്മാർ വീണ്ടും ഉണ്ടായിരുന്നു. അവരെ ഒന്നും ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ പാർട്ടിയെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള വസ്തുതാപരമാണ്. തെക്കൻ കേരളത്തിൽ ഇപ്പം തെക്കൻ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പാർട്ടിക്ക് വേരോട്ടമുണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിൽ പാർട്ടിക്ക് നേതാക്കന്മാരില്ലാത്തൊരവസ്ഥയുണ്ട്. ആരുണ്ട്? തെക്കൻ കേരളം എടുത്ത് പരിശോധിച്ച് നോക്കൂ, ആരുണ്ട് പാർട്ടി നേതാക്കന്മാർ? ആ നിലയ്ക്ക് ഉയർന്നു ആരെങ്കിലും ഉണ്ടോ? ഇപ്പം പിന്നെ ജോയിയെ പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നോക്കിക്കോളൂ. കടകംപള്ളി സുരേന്ദ്രൻ മാത്രമാണ് നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരു നേതാവ് തെക്കൻ കേരളത്തിലുള്ളത്. വേറെ എത്ര നേതാക്കന്മാരെ എടുത്ത് പറയാൻ കഴിയും?
ഇവർ കൊള്ളാം അല്ലെങ്കിൽ ഇവർ പാർട്ടി സെക്രട്ടറിയായിട്ട് വരാൻ പറ്റിയ ഒരു നേതാവായിട്ട് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ? ആ പാടുണ്ടായിരുന്ന ജി സുധാകരനാണ്. ആ ജി സുധാകരൻ ഇപ്പൊ പൊടി തട്ടി പോവുകയും ചെയ്തു, വാലെ തൂങ്ങി പോവുകയും ചെയ്തു. പിന്നെ ആരുണ്ട് തെക്കൻ കേരളം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കൂ. പിന്നെ ഇങ്ങോട്ട് നോക്കി ആലപ്പുഴ മുതൽ എറണാകുളം പോട്ടെ, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ഈ 4 ജില്ലകളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. എവിടെയുണ്ട്? അടുത്ത പാർട്ടി സെക്രട്ടറി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു നേതാവുണ്ടോ CPIക്ക്, CPM-ന്? ഇല്ല. ഇതൊരു ദോഷം തന്നെയാണെന്നേ. ആ രീതിയിലേക്ക് സംസ്ഥാന വ്യാപകമായി CPM-നെ വളർത്തിക്കൊണ്ട് വരാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. അത് കണ്ണൂർ ലോബിയുടെ കയ്യിലേക്ക് CPM പിടി അമർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. തെക്കൻ കേരളത്തിൽ ആൾക്കാരില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവരെ വളർത്തിക്കൊണ്ട് വരാത്തതിൽ വന്ന പ്രശ്നമാണ്. അതിൻ്റെ ഒരു വലിയ പ്രശ്നം CPM എന്ന് പറയുന്ന പാർട്ടി അനുഭവിക്കും. അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണ് ഈ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായി തോൽവി എന്ന് നമുക്ക് വേണം കരുതാൻ.